ഈ 3/2 ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. കാരണം എന്താ, നമുക്ക് 5/4 ഹോൾ സ്ക്വയറിനാണ് വേണ്ടത്, സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനെന്ത് ചെയ്തു, ഇങ്ങോട്ട് കൂട്ടി പിടിച്ചു. ഇനി ഈ കാണുന്ന ഈ ആരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഈ പീസില് അതാണ് x - 5/4 ഹോൾ സ്ക്വയർ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ, ഉറപ്പല്ല, എല്ലാവരും പറഞ്ഞു. അതിനകത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആ കാര്യത്തിലുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് കീറി മുറിച്ച് പറഞ്ഞുതരാം. എനിക്കില്ല. ഇല്ല, അതുൽ എങ്ങനെ ക്ലിയർ കേൾക്കുന്നില്ല? ഡൗട്ട് ഇല്ലെന്നാണോ പറഞ്ഞേ? ഡൗട്ട് ഇല്ല. ആ ഓക്കെ, ഉണ്ടെങ്കിൽ ഞാൻ കീറി മുറിച്ച് പറഞ്ഞു കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണ്. ആ ഓക്കെ, ക്ലിയർ അല്ലേ അത്? അപ്പൊ x - 5/4 ഹോൾ സ്ക്വയർ. ഇനി ബാക്കി എന്താ ഉള്ളത്? ബാക്കി ഈ കഷ്ണം അല്ലാതുള്ളത് അതങ്ങനെ ചെയ്തു വെച്ചോ. 3/2 മൈനസ് എന്താ 25/16. ഇതിന് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എല്ലാം ബ്രാക്കറ്റിനുള്ളിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 അവിടെ പുറത്തേക്ക് പോയത് കാരണം എല്ലാവരും ബ്രാക്കറ്റിനുള്ളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. 5/4 ഇത് ഭയങ്കര ഇതാണ് ഇന്റഗ്രേഷന്റെ കോർ സാധനം. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ടൈപ്പ് സാധനങ്ങൾ? ഒരുപാട് ടൈപ്പ് ഉണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. x - 5/4 ഹോൾ സ്ക്വയർ. ഇതെന്താ ചെയ്യാ? ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 48 മൈനസ് 50 ഡിവൈഡ് ബൈ 32. 32 അല്ലേ? 32. ഞാൻ അതിന്റെ ആൻസർ എന്താ വരിക? 2 ഇൻറ്റു x - 5/4 ഹോൾ സ്ക്വയർ മൈനസ് 2/32 എന്ന് വരിക. 2/32 എനിക്ക് എങ്ങനെ എഴുതാം? 1/16 എഴുതി കൂടെ? 1/16 എഴുതാം. ഈ 1/16 എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു x - 5/4 ഹോൾ സ്ക്വയർ ഉണ്ട്. ഇനി അപ്പുറത്ത് ആരാളെ? -1/4 ഹോൾ സ്ക്വയർ. കഴിഞ്ഞു. ഇതാണ് പരിപാടി, ഇതാണ് ആൻസർ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. x² മൈനസ് √(x² - a²) അല്ലെങ്കിൽ ഇന്റഗ്രൽ 1/x² - a² എന്ന ഫോർമാറ്റ് ഉണ്ട്. dx ഇങ്ങനെ സാധനം. ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്ത് കോലത്തിലാണ് നോക്കോ? ഒരു ലീനിയർ സ്ക്വയർ, അതായത് ഒരു x². ഇതിനെ മൊത്തത്തിൽ ഒരു x ആയിട്ട് വിളിച്ചു. മൊത്തത്തിലൊരു x ഉണ്ട്, ഒരു a ഉണ്ട്. x² - a² എന്നുള്ള കോലത്തിലാണിത്. അപ്പൊ അതുകൊണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ആവശ്യം വരിക. ഇപ്പോഴേ പ്രിപ്പയർ ആയിരിക്കണം നല്ലത്. അതുകൊണ്ട് ഞാൻ ഇത് ആദ്യം തന്നെ ഈ സാധനം പറഞ്ഞു. ഇത് അന്നേരം പറയുമ്പോൾ നമുക്ക് തല ചുറ്റാൻ തുടങ്ങും. ഇത് ആദ്യമേ നോട്ട് ചെയ്ത് മനസ്സിലാക്കി പോകണം തന്നെയാണ് ഏറ്റവും. കാരണം ഇത് പഠിക്കാൻ വേണ്ടി വേറെ ഒന്നും നമുക്ക് വേണ്ട. ഒരു പ്രീ ഐഡിയാസ് ഒന്നും, ജസ്റ്റ് കുറച്ച് ഐഡിയ വേണം. ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്യണോ, സ്ക്വയർ ചെയ്യണൊക്കെ ഐഡിയ. അത് നമ്മൾ ആദ്യം തന്നെ ഈ സെഷന്റെ സ്റ്റാർട്ടിങ് തന്നെ അതാണ് പറഞ്ഞത്. എന്താണ് സ്ക്വയർ ചെയ്യുന്നത്, എന്താണ് കണ്ടോ അവിടെ പോയി ax² + bx + എയും ബിയും സി ഒക്കെ കാണാൻ വേണ്ടി പഠിക്കാൻ കാരണം അതാണ്. അത്ര മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രീ റിക്വസൈറ്റ് ആയിട്ടുള്ളൂ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് പയ്യെ നമ്മുടെ ലെവൽ കൂട്ടി വരും. കാരണം ഇതിൽ നമുക്ക് ഇനിയും മേലേക്ക് കയറ്റി പിടിക്കാൻ പറ്റും. ഇനിയിപ്പോ 5ാമത്തെ ക്വസ്റ്റ്യൻ സെയിം മെത്തേഡാണ്, ഒന്നും ചെയ്യാനില്ല, സെയിം സംഭവം തന്നെയാണ്. വേറെ ഒരു എന്താ പറയാ, ഒരു ഗെയിം പ്ലേ ഒന്നുമില്ല. നോക്കിക്കോ. 4x² പ്ലസ് 4bx മൈനസ് a² - b². എന്റെ അമ്മ, ഇതാണ് സാധനം. പേടിക്കോ? ഇല്ല, നമ്മൾ പേടിക്കുക. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും ഇതിനകത്ത് വരും. നമ്മൾ ഡിസ്ട്രാക്ട് ആവരുത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്താണ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 4b ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 4b ആണ്. അപ്പൊ അവനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പകുതിയാക്കേണ്ടത്. പകുതിയാക്കുക 2b. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം, ആഡ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ആ പരിപാടി ചെയ്യണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഈ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ ശല്യമായിട്ടിരിക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുത്ത് വെക്കണം. 4 നമ്മൾ പുറത്തേക്ക് എടുത്തു. 4 പുറത്തേക്ക് എടുത്തു. 4 പുറത്തേക്ക് എടുത്തു. ഇനി ഞാൻ എപ്പോഴും ഇവിടെ 2 പുറത്തെടുത്ത് എപ്പോഴും 2 എഴുതിയ പോലെ എപ്പോഴും എഴുതി. ഞാൻ ആദ്യം 2 പുറത്തേക്ക് എടുക്കും. ഇതിന്റെ ഉള്ളിലുള്ള സാധനം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവസാനം 2 മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയും ചെയ്യും. ഈ 4 പുറത്തേക്ക് എടുത്തു. ഇനി ഉള്ളിൽ എന്താ വരിക? ഒരു x² ഉണ്ടാവും പ്ലസ്, പറഞ്ഞോ, നേരെ സ്റ്റെപ്പ് ചാടിച്ചിട്ട് ഞാൻ പറയുന്നത്
2. ഞാൻ സ്റ്റെപ്പ് എഴുതാം. ഒരു സാധനം പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഞാൻ പുറത്തെടുക്കും. പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള എക്സ്പ്രഷൻ അതേപോലെ എഴുതാം. 4x² + 4bx എഴുതി മൈനസ് a² - b² എന്നൊക്കെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? ഉടനെ തന്നെ അതാണ് അതേ പുറത്തെടുത്ത അതേ നമ്പർ വെച്ചിട്ട് താഴത്ത് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് അങ്ങോട്ടും വീതിച്ചു കൊടുക്കണം. ഇതാണ് മെത്തേഡ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പുറത്തെടുക്കാൻ നിങ്ങൾ എക്സ്പെർട്ട് ആണ്, ഈ മെത്തേഡിന് ആവശ്യം. ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി മെത്തേഡാണ് ഈ സാധനം. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യണ്ടേ? ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തോ. 4/4 ആയി. പിന്നെ bx മാത്രമായി അല്ലേ? bx മാത്രമായി. പിന്നെ ഇവിടെ എന്താ വരിക? a² - b² /4 വരും. /4 വരും. ഇത്ര വരുള്ളൂ. ഇതാണ് സാധനം. ഇനി എന്ത് ചെയ്യണം? ഇനി ഉള്ളിലുള്ള ഗ്രീൻ കളർ സാധനം മാത്രം ഞാൻ ഒന്ന് മാറ്റി ചെയ്താൽ പോകും. അതായത് ഈ സാധനം ഇതിനെ മാത്രം ഞാൻ ഒന്ന് ഡീൽ ചെയ്യാൻ പോകും. ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പോകും. സെപ്പറേറ്റ്ലി ചെയ്യാൻ പോകും. ഇത് മാത്രം സെപ്പറേറ്റ്. അപ്പൊ 4 എവിടെ പോയി നിങ്ങൾ ചിന്തിക്കേണ്ട. 4 എന്റെ മനസ്സിലുണ്ട്. ഞാൻ അവസാനം മൾട്ടിപ്ലൈ ചെയ്തോളാം. ഇത് മാത്രം വേറെ ശല്യങ്ങളൊക്കെ മാറ്റി വെക്കാം. x² + bx - a² - b² /4. എന്താ ചെയ്യണ്ട? ബിയെ പിടിക്കാം. ബിയുടെ പകുതി കാണും. ബിയുടെ പകുതി എത്ര? b/2 പോയോ? അല്ലെങ്കിൽ കുറഞ്ഞോ? b/2. x² കോഎഫിഷ്യന്റ് 1 ആണ്. x-ന്റെ കോഎഫിഷ്യന്റ് b ആണ്. അപ്പൊ ബിയുടെ പകുതി b². ബിയുടെ പകുതി b/2. b/2 എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. x² + bx - a² - b² എന്നൊക്കെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം? സ്ക്വയർ പകുതിയാക്കുക, സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. പകുതിയാക്കി b/2 എന്ന് പിടിച്ചു. അതായത് b/2 എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. b/2 സ്ക്വയർ ചെയ്യേണ്ടത്. -b/2 തന്നെ സബ്ട്രാക്ട് ചെയ്യാം. ഇനി ക്ലബ് ചെയ്യേണ്ടത് ആരെയാ? പറഞ്ഞോ, ഒന്ന് പറഞ്ഞേ. ആരെയും പറഞ്ഞു അസ്ല ഒന്ന് പറഞ്ഞേ. എന്തിനാ ക്ലബ് ചെയ്യേണ്ടത്? പറഞ്ഞോ. ഒരുമിച്ചാക്കേണ്ടത് ആരെയാ? x + bx പിന്നെ + bx ഒരുമിച്ചാക്കി. പിന്നെ b/2 ഹോൾ സ്ക്വയർ + b/2 ഒരുമിച്ചാക്കി. ഇനി മറ്റേ ആൾക്കാർ ആരൊക്കെയാ? അവരെ കൂടി പറഞ്ഞോ. a² - b² -a² - b² /2 ഡിവൈഡഡ് മൈനസ് അല്ലേ? b/2 ഹോൾ സ്ക്വയർ. ഇനി ഇതെന്തായിരിക്കും? ഈ സാധനം എന്ന് പറഞ്ഞേ. x² വരുന്നത് x വരിക. x മാത്രമേ പറയുള്ളൂ. x + b/2 ഹോൾ സ്ക്വയർ. x + b/2 ഇവിടെ നമ്മൾ സ്ക്വയർ ഇടുന്നതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്വയർ ആക്കണം. അപ്പൊ ആ ഡൗട്ട് വേണ്ട. നിങ്ങൾ ചിന്തിക്കണം എന്താ? സ്ക്വയറിന്റെ താഴത്തുള്ള ആളെ മാത്രം പിടിക്കാം. സ്ക്വയർ പിടിക്കാണ്ട് സ്ക്വയറിന്റെ താഴത്തുള്ള ആളെ മാത്രം പിടിക്കാം. ഇവിടെ ഇട്ട് കൊടുക്കുക. സ്ക്വയറിന്റെ താഴത്തുള്ള ആളെ മാത്രം പിടിക്കുക, പുറത്തിട്ട് കൊടുക്കുക. ഇനി മൈനസ്. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. -a² എന്ന് വരുന്നു, +b² എന്ന് വരുന്നു, -b² എന്ന് വരുന്നു. ഞാൻ പറയാം എങ്ങനെ വന്നെന്ന്. ഞാൻ പറയാം. എവിടെ? ഇവിടെ 4 അല്ലേ? അതായത് പറയട്ടെ. ഇവിടെ 2 അല്ലേ? ഇവിടെ 4 അല്ലേ വരിക? ഞാൻ എഴുതിയതിനകത്തുള്ള മിസ്റ്റേക്കാ. ഇവിടെ 4 അല്ലായിരുന്നു. അപ്പൊ 4. ഇനി ഇതെങ്ങനെ ചെയ്യണ്ട? പറഞ്ഞോ. ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ. a²/4 വരും. ഈ മൈനസ് ഇതിനുള്ളിലേക്ക് പോയില്ലേ? അപ്പൊ അത് +b²/4 എന്നായി മാറും. വീണ്ടും b². അതന്നെ b²/4 തന്നെ. അപ്പൊ അതായത് ഇവർ രണ്ടുപേരും വെട്ടിപ്പോയി. ആ രണ്ടുപേരും ചങ്ങായും ഈ ചങ്ങായും വെട്ടിപ്പോയി. പിന്നെന്താ ബാക്കിയുള്ളത്? എന്താ ബാക്കിയുള്ളത്? a²/4 മാത്രം. അതായത് അതിന്റെ തൊട്ടിപ്പുറത്തുള്ള ആ എക്സ്പ്രഷൻ കൂടെ പറഞ്ഞു. x + b/2 ഉണ്ട്, a²/b/2 ഹോൾ സ്ക്വയർ ഉണ്ട്, -a²/4 ഉണ്ട് ബാക്കി അല്ലേ? ഈ a²/4 എനിക്ക് എങ്ങനെ എഴുതാം? a/2 ഹോൾ സ്ക്വയർ എഴുതി കൂടെ.
എ ബൈ ടു ഹോൾ സ്ക്വയർ ആണ്. എ ബൈ ടു ഹോൾ സ്ക്വയർ നേടി. അപ്പൊ അതായത് ഇതാണ് ഇപ്പൊ സംഭവം. നമ്മൾ ഇനി എടുക്കാത്തൊരു സാധനം ഉണ്ട്. 4 നമ്മൾ കണ്ടോ, ഈ 4 അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി. 4 ഇൻറ്റു ഇപ്പൊ നമ്മൾ 4 ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി വെച്ച 4 മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ആ സ്റ്റെപ്പ്. ഇതൊക്കെ ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം അതുപോലെ ചെയ്യാം. 4 മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചോ. ഇനി അതല്ല മാറ്റി വെക്കാണ്ട് ചെയ്യണമെങ്കിൽ ചെയ്തോ. അപ്പൊ എപ്പോഴും ഇതേമാതിരി അതിലുണ്ടോ എപ്പോഴും 2 2 2 2 എന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. ആ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചത്. എക്സ് പ്ലസ് ബി ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് വരുന്നു, മൈനസ് എ ബൈ ടു ഹോൾ സ്ക്വയർ. ഇതാണ് ഒരു അൾട്ടിമേറ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടഫ് ലെവൽ സാധനം എന്ന് പറഞ്ഞാൽ ഈ സംഭവം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക. ഇതാണ് കംപ്ലീഷൻ സ്ക്വയർ ഏറ്റവും ലാസ്റ്റ് ആൻസർ. ഇതാണ് നമുക്കൊക്കെ അറിയേണ്ട ഒരു ബേസിക് സംഭവം. ഇനി ഞാൻ ഒരു ഹോംവർക്ക് തരാം. ഒരു ഹോംവർക്ക് 6ാമത്തെ ചോദ്യം അല്ലേ. ഇത്ര നല്ല ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തത്. ആർ ഡി ശർമ്മയുടെ ക്വസ്റ്റ്യൻസ് അടുത്തെല്ലാം സാക്ഷാൽ ആർ ഡി ശർമ്മ. 6ാമത്തെ a square x square minus 3abx plus 2b square. ഇതാണ് ചോദ്യം. ഇതിന് എന്ത് ചെയ്യണം, കംപ്ലീഷൻ ഓഫ് സ്ക്വയർ ചെയ്യണം. ഇതാണ് സംഭവം. ഇതിനൊരു ഹിന്ദി ഞാൻ പറയാം. ഹിന്ദി എന്താ എന്താ എക്സ് സ്ക്വയറിന് ഇപ്പുറത്തിരിക്കുന്ന ആളാണ് നമ്മൾ എപ്പോഴും എക്സ് സ്ക്വയറിന് ഇപ്പുറത്തിരിക്കുന്ന ആൾ 4 ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ 2 ആണ്. അപ്പൊ അവരൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കും. ഇപ്രാവശ്യം ആരെ പുറത്തെടുക്കണ്ട, എ സ്ക്വയറിനെ പുറത്തെടുക്കണം. എ സ്ക്വയറിനെ പുറത്തെടുക്കുമ്പോ എന്താ വരിക, ഉള്ളില് സ്ക്വയർ മൈനസ് 3abx പ്ലസ് 2b സ്ക്വയർ വന്നതിന് ശേഷം ഡിവൈഡ് ബൈ എ സ്ക്വയർ ഉണ്ടാവും. ഇനി എ സ്ക്വയർ എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും വിധിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യാം. എ സ്ക്വയർ അവിടെ നോട്ടെ, നിങ്ങൾ അവസാനം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മറക്കരുതെന്ന് മാത്രം.